നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മയും സാറും കണ്ടോ ഈ പ്രശ്നം ഞാനൊന്ന് സോൾവ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് എന്റെ മറ്റൊരു മുഖമാണ് വസുന്ധരാന്റി കാണാൻ പോകുന്നത്. ആ ശിവാനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന എനിക്ക് അറിയില്ല മോളെ. അവള് പോയതുപോലെ തന്നെ തിരിച്ചു വരും. ഗൗതം സാറിനെ ഒന്നും ചെയ്യാൻ അവൾക്കാവില്ല. ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാ, പിന്നെ വിളിച്ചാ മതിയോ? മതി. സാറ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടെ ചെന്നിട്ട് വിളിക്കണം. എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം. ശരി, വാടാ. സാധാരണ ഇത്തരം ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകാറുള്ളത് ഒരുപാട് ഉത്സാഹത്തോടെയും പ്രതീക്ഷകളോടെയാ. പക്ഷേ ഇന്ന് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പാറു നോക്കിക്കോ, ബിസിനസ് കോൺക്ലേവ് തീർന്നുവരെയൊന്നും ഞാൻ അവിടെ നിൽക്കില്ല. നാളെ തന്നെ ഞാനിങ്ങ് മടങ്ങി വരും. നിനക്ക് പോകാൻ താല്പര്യമില്ലെന്ന് നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ? അതെന്താ അങ്ങനെ ഒരു സംശയം? ഞാൻ പാറുവിനോട് കള്ളം പറയുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസ. നീ ടെൻഷൻ അടിക്കണ്ട, പോകാൻ റെഡി ആയിക്കോ. ഞാൻ വേണ്ടത് ചെയ്തോളാം. എന്ത് ചെയ്തോളാന്നാ പാറു പറയുന്നേ? ഏയ് ഒന്നുമില്ല, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ഇതെന്തായിരിക്കും പാറുവിന്റെ പ്ലാൻ? എന്തായി ചേച്ചി? ബാംഗ്ലൂരിലേക്ക് പോകാൻ സമ്മതിച്ചോ? ഫ്ലൈറ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുക. ടിക്കറ്റ് ഉടനെ ബുക്ക് ചെയ്യണം. അവന്റെ കൂടെ പോകാൻ അവള് തയ്യാറല്ല. അഥവാ പോകണമെങ്കിൽ എല്ലാവരും അറിഞ്ഞു പോകണമെന്നാ അവള് പറയുന്നത്. അതിലവളെ തെറ്റു പറയാനാവില്ല. ഒരു ഭാര്യയുടെ അവകാശം അവള് ചോദിക്കുന്നത്. അതെ, വസുന്ധര ആന്റി സമ്മതിച്ചിട്ട് ഈ ജന്മത്തിൽ യാത്ര നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നടക്കില്ലായിരിക്കും. പക്ഷേ എക്കാലത്തും വസുവിന്റെ ഈ അടവുകൾ നടക്കില്ല. അവളെ ഞാൻ ഒതുക്കിയിരിക്കും. ഭാവി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ശിവാനിയെ ഈ യാത്രയിൽ നിന്ന് ഒഴിവാക്കി അവളെ രക്ഷിക്കണം. രക്ഷിക്കാനോ? അവള് ഗൗതമന്റെ കൂടെ യാത്ര ചെയ്യാൻ മുട്ടി നടക്കല്ലേ? ആ നാശം പിടിച്ചവൾ ഇവിടെ വന്ന് കേറിയതോടെയാ വസുവിന് ഇത്രയും അഹങ്കാരം കൂടിയത്. അമ്മേ, ശിവാനി എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. വസുന്ധര ആന്റി നിർബന്ധിച്ചപ്പോ മറ്റൊരു വഴിയും ഇല്ലാതെയാ അവൾ ഏട്ടന്റെ കൂടെ പോവാൻ തയ്യാറായത്. എന്ന് ആര് പറഞ്ഞു? നിധിയെ പുറത്താക്കി ഗൗതമിന്റെ ഭാര്യയാവുക എന്നതാണ് അവളുടെ ഉദ്ദേശം. കാര്യം നടന്നു കഴിഞ്ഞാലേ വസു കറിവേപ്പില പോലെ എടുത്തു കളയുന്ന അവൾക്ക് നല്ലോണം അറിയാം. അതറിഞ്ഞിട്ടാ അവള് കുതന്ത്രം മെനഞ്ഞ് ഇവിടെ പറ്റിക്കൂടാൻ ശ്രമിക്കുന്നത് കേട്ടോ. അമ്മയെ തിരുത്താൻ എനിക്ക് തൽക്കാലം കഴിയില്ല. പക്ഷേ ശിവാനി നല്ലവളാണെന്ന് വൈകാതെ ഞാൻ അമ്മയെ ബോധ്യപ്പെടുത്തും. എന്തായാലും നീ വാ, നമുക്ക് ക്ഷേത്രത്തിൽ പോകാം. ക്ഷേത്രത്തിലേക്കോ? അമ്മേ, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഏട്ടനും ശിവാനിയും പുറപ്പെടില്ലേ? ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. അതിനുള്ള പണിയൊപ്പിക്കാനാ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. എന്റെ പൊന്നമ്മയെ ദൈവത്തോട് പ്രാർത്ഥിച്ചാലൊന്നും ആ യാത്ര മുടങ്ങില്ല. അതില്ലായിരിക്കും. പക്ഷേ അറ്റകൈ പ്രയോഗം നടത്തുമ്പോ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നീ വാ, നമുക്കൊരു പണിയൊപ്പിക്കാം. എന്ത് പണി? അതൊക്കെ അമ്പലത്തിൽ പോകുന്ന വഴി പറയാം. ഈ അമ്മയുടെ ബുദ്ധിയോർത്ത് നീ അഭിനന്ദിക്കും. പെട്ടെന്ന് റെഡിയായിട്ട് വാ ചെക്ക. ചെല്ലേ. സ്ഥലം ഓക്കെ അല്ലേ? മിഥുൻ കാണാതെ മറഞ്ഞു നിന്ന് വീഡിയോ എടുക്കാൻ നിനക്ക് പറ്റില്ലേ? അതൊക്കെ പറ്റും. അവന്റെ സൗണ്ട് ഈ മൊബൈലിൽ കിട്ടത്തക്ക വിധം ചേച്ചി പൊസിഷനിൽ നിന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി, എങ്കിൽ ഈ ലൊക്കേഷൻ ഞാൻ മിഥുൻ അയച്ചു കൊടുക്കാൻ പോവാം. അവൻ വന്ന അല്പസമയത്തിനുള്ളിൽ തന്നെ രഘുവേട്ടനും ഫ്രണ്ട്സും എത്തണം. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിക്കോളാം. ചേച്ചി മിഥുന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ശരി.
ഹലോ രഘുവേട്ടാ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ദേവി, എല്ലാം ഭംഗിയായി നടത്തി തരണേ. ദേവി, അല്ല അമ്മേ, അങ്ങനെ ക്ഷേത്ര ദർശനവും നടത്തി ചെയ്യാനുള്ള കർമ്മത്തിന് ഈശ്വരാനുഗ്രഹവും വാങ്ങി. ഇനി കർമ്മം തുടങ്ങാലോ അല്ലേ? ഇവിടെ വെച്ചോ? ഇവിടെ വെച്ച് എങ്ങനെ അമ്മയുടെ ഡ്രാമ വർക്കൗട്ടാവും? ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണെങ്കിലേ ഏട്ടനും വസുന്ധര ആന്റിയൊക്കെ വിശ്വസിക്കൂ. അത്തരമൊരു സ്ഥലം ഇവിടെ കുറച്ചപ്പുറത്ത് തന്നെയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ കാർ ഇവിടെ കിടക്കട്ടെ, നമുക്ക് നടന്നു പോവാം. അമ്മ എന്തിനാ അങ്ങോട്ട് പോയെന്നുള്ള ചോദ്യം വന്നാ എന്ത് ചെയ്യും? ഒരു ചോദ്യവും വരില്ല. സംഗതി നടന്നു കഴിഞ്ഞ് ഡ്രാമ പൊളിഞ്ഞാലും കുഴപ്പമില്ല. ഗൗതമിന്റെ ബാംഗ്ലൂർ യാത്ര മുടക്കുക, അത് മാത്രം നമ്മുടെ ലക്ഷ്യം. എങ്കി വാ. അമ്മേ, ദാ ചന്ദ്ര ആന്റി. സുഖാണല്ലോ? അസുഖമെല്ലാം മാറിയല്ലേ? എന്റെ പേര് പറഞ്ഞ നിധിയെ വീട്ടിലേക്ക് അയച്ചത്. എന്നിട്ടിപ്പൊ ഞാൻ തനിയെ അമ്പലത്തിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ടും എന്റെ മോൾ ഇപ്പോഴും ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഒക്കെ സഹിക്കാം, പക്ഷെ ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞ എന്റെ മോളെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഗൗതം പറയുന്നൊരു വീഡിയോ കണ്ടു. അതെന്റെ നെഞ്ചു തകർത്തു. തമാശയ്ക്ക് പോലും ഇനി അങ്ങനെ പറയരുതെന്ന് ഞാൻ അവന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ വിഷയമൊക്കെ കഴിഞ്ഞില്ലേ ചന്ദ്രിക? ഇന്നലെ നിഖിലും ഏട്ടനും തമ്മിൽ കുറെ ഫോണിൽ സംസാരിച്ചു. എല്ലാ തെറ്റിദ്ധാരണകളും മാറിയിരുന്നു. നിഖിൽ ആന്റിയോട് പറഞ്ഞില്ലായിരുന്നോ? ഒക്കെ പറഞ്ഞു. എന്നാലും ചിലതൊക്കെ കാണിക്കും കേൾക്കുകയും ചെയ്യുമ്പോ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. ഗൗതമോന്റെ കൂടെ ശിവാനി ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യ ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാണെന്ന് പാർവതിക്ക് തോന്നുന്നുണ്ടോ? ശിവാനിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഗൗതം അമ്മയെന്ന് വിളിക്കുന്ന വസുന്ധര തന്നെ ശിവാനിക്ക് കൊട പിടിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ആ വിഷമം ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഗൗതമിന്റെ കൂടെ പോകില്ലെന്ന് നിധി വാശി പിടിച്ച നമ്മൾ എന്ത് ചെയ്യും ചന്ദ്രയെ? അവള് പറയുന്നത് ന്യായല്ലേ? ഒളിച്ചും പതുങ്ങിയാണോ ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യേണ്ടത്? ശരിയാണ്. പക്ഷെ ശിവാനിയൊത്തുള്ള ഗൗതമിന്റെ യാത്ര ഞങ്ങൾ മുടക്കും. അതിനുവേണ്ടി രാവിലെ ഇറങ്ങിയതാ ഞങ്ങൾ രണ്ടുപേരും. ഒരു കാര്യം ചെയ്യാം, ആന്റിയും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഈ ഓപ്പറേഷൻ ബാംഗ്ലൂർ ട്രിപ്പ് നമുക്ക് 3 പേർക്കും കൂടെ എങ്ങ് നടത്താം. അയ്യോ, യാത്ര മുടക്കിയ ബിസിനസ്സിൽ കുഴപ്പം വരില്ലേ? എന്ത് കുഴപ്പം? ഇതൊക്കെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ബസ് ഉണ്ടാക്കുന്ന പുകലുകളല്ലേ? അല്ലെങ്കിൽ തന്നെ ബിസിനസ് എന്തിനാ ഇതിൽ കൂടുതൽ വളരുന്നേ? എന്റെ മക്കളാരും വസുവിനെ പോലെ അത്യാഗ്രഹികളല്ല. എന്നാലും യാത്ര മുടക്കാൻ ഞാൻ കൂട്ടുനിൽക്കാന്ന് പറഞ്ഞാ മോശമല്ലേ? ഒരു മോശവും ഇല്ല. പിന്നെ ആന്റി കൂടെ ഉണ്ടെങ്കിൽ ആന്റിക്ക് ഞങ്ങളൊരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം. ഏട്ടനും ചേച്ചിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആന്റിക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. എങ്കിൽ ഞാൻ ക്ഷേത്രത്തിലൊന്ന് തൊഴുതിട്ട് വരാം. ശരി, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ചെല്ലേ, വാ. ഭഗവാനെ. പിന്നെ അമ്മേ, ആന്റി തൊഴുതിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡയലോഗ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാം. എനിക്ക് റിഹേഴ്സലിനൊന്നും ആവശ്യമില്ല. ഒക്കെ വേണ്ട സമയത്ത് എന്റെ മനസ്സിൽ തന്നെ വന്നോളൂ. നീ നിന്റെ കാര്യം ശരിയാക്കിയാ മതി. അമ്മേ, ഞാൻ പണ്ടേ ഓക്കെയാ. ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നല്ലോ. അമ്മയ്ക്ക് അറിയില്ലേ ഇത്? നാടകത്തിലെ അഭിനയം പോലല്ല ജീവിതത്തിലേത്. നാച്ചുറൽ ആയിരിക്കണം. അമ്മ നോക്കിക്കോ, ഞാൻ ഇന്ന് പൊളിക്കും. സംഗതി പൊളിയല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നീ പൊളിക്കുന്നു. അയ്യോ അമ്മേ, ആ പൊളിയല്ല ഇത്. പിന്നെ? അതായത് ന്യൂ ജനറേഷൻ പൊളി. സൂപ്പർ ആയിട്ട് അഭിനയിക്കൂന്ന്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ശരി ശരി, ഇത് പെർഫോമൻസിൽ കണ്ടാ മതി.